ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ മക്കളെ? ഇനി നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം നമ്മുടെ ക്ലാസ്. എല്ലാവരും എഴുന്നേറ്റ് കണ്ണ് അടച്ച് കൈകോൾ കൂപ്പി നിൽക്കുക. സ്നേഹപിതാവായ ദൈവമേ, ഇന്നേ ദിവസം ഞങ്ങൾക്ക് ദാനമായി തന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവകൽപ്പനകളെപ്പറ്റി പഠിക്കുന്ന ഞങ്ങൾ അവ പൂർണ്ണമായും അനുസരിച്ചുകൊണ്ട് ജീവൻ്റെ വഴിയിലേക്ക് നയിക്കപ്പെടുവാൻ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നിങ്ങളുടെ 5ാം ക്ലാസ്സിലെ പാഠപുസ്തകം എല്ലാവരുടെയും കയ്യിലുണ്ടോ? ഉണ്ടല്ലേ? അപ്പോൾ പാഠപുസ്തകത്തിൽ 4ാമത്തെ പാഠം നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കാണുമായിരിക്കുമല്ലോ. 4ാമത്തെ പാഠത്തിൽ എത്രാമത്തെ കൽപ്പനയെക്കുറിച്ചാണ് പറയുന്നത്? 3ാമത്തെ കൽപ്പനയെക്കുറിച്ച്. 3ാമത്തെ കൽപ്പന എന്താണ്? കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്നുള്ളതാണ്. അതായത് നമ്മൾ ഇപ്പോൾ ആചരിക്കുന്ന കർത്താവിൻ്റെ ദിവസമായിട്ട് ആചരിക്കുന്നത് ഞായറാഴ്ച ദിവസമാണ്. ഞായറാഴ്ച നമ്മൾ പരിശുദ്ധമായി ആചരിക്കുന്നു. ആ കാര്യം നിങ്ങൾ പഠിച്ചുവല്ലോ. ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് കടക്കുകയാണ്. 5ാം പാഠം. 5ാം പാഠത്തിൻ്റെ പേരെന്താണ്? ബുക്കിൽ നോക്കിയൊന്ന് പറയാമോ? എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റ് ഉണ്ടല്ലോ? ഉണ്ടോ? സിന്ധുവിൻ്റെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടോ? സിന്ധുവിൻ്റെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടോ? അനീഷിൻ്റെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടോ? ഉണ്ടല്ലേ? അപ്പം നിങ്ങൾ ടെക്സ്റ്റ് തുറന്ന് 5ാമത്തെ പാഠം എടുക്കുക. എന്നിട്ട് അതിൻ്റെ പേരെന്താണെന്ന് ടീച്ചറിനോടൊന്ന് പറഞ്ഞേ. എന്താണ് പേര്? കുടുംബം ഒരു ദേവാലയമാണ്. കുടുംബം ഒരു ദേവാലയം എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? ദേവാലയം എന്ന് പറഞ്ഞാൽ ദൈവം വസിക്കുന്ന സ്ഥലമാണ്. അത് പരിശുദ്ധമായിരിക്കണം. അതുപോലെ നമ്മളെ കുടുംബവും എന്തായിരിക്കണം? പരിശുദ്ധമായിരിക്കണം. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം പരിശുദ്ധമായിരിക്കണം. 6 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. ഒന്നാമത്തേത് കുടുംബസ്ഥാപനത്തെക്കുറിച്ച് പഠിക്കുന്നു. 2 കുടുംബങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് പഠിക്കുന്നു. പിന്നെ കുടുംബത്തിൽ അപ്പൻ, അമ്മ, മക്കൾ എന്നിവർക്കുള്ള സ്ഥാനം എന്താണെന്നും മാതാപിതാക്കൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗപ്രവൃത്തികളും കരുതലും എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് കുടുംബം വിശുദ്ധമാക്കപ്പെടുന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തെ കുടുംബസ്ഥാപനത്തെക്കുറിച്ച് തുടങ്ങാം. കുടുംബസ്ഥാപനം എന്ന് പറയുമ്പോൾ കുടുംബങ്ങളുടെ സ്ഥാപിക്കൽ. ആദ്യമായിട്ടുണ്ടായ കുടുംബം ഏതാണെന്നാണ് നമുക്കറിയേണ്ടത്. നിങ്ങൾക്ക് ഊഹിക്കാമോ ആദ്യമായിട്ടുണ്ടായ കുടുംബം ഏതാന്ന്? മനു എന്ന് പറഞ്ഞേ. ആദ്യമായിട്ടുണ്ടായ കുടുംബം ഏതായിരിക്കും? മിടുക്കൻ. ആദ്യ മാതാപിതാക്കൾ സ്ഥാപിച്ച കുടുംബമാണ്. അതിൻ്റെ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഉൽപ്പത്തി പുസ്തകത്തിൽ അതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. സൃഷ്ടി കഴിഞ്ഞിട്ട് ദൈവം മനുഷ്യനെ അവസാനം സൃഷ്ടിച്ചു. അത് കഴിഞ്ഞ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടുകൊണ്ട് അവനൊരു തുണയെ കൊടുത്തു, ഒരു സ്ത്രീയെ. ആ സ്ത്രീയുടെ പേരാണ് ഹവ്വ. ആദത്തിന് ഭാര്യയായി ദൈവം ആരെ നൽകി? ഹവ്വയെ നൽകി. അതാണ് ആദ്യത്തെ കുടുംബം. അപ്പോൾ ആദ്യത്തെ കുടുംബം ഏതാണ്? ആദവും ഹവ്വയും ചേർന്നുണ്ടായ കുടുംബമാണ് ഈ ലോകത്തിലെ ആദ്യത്തെ കുടുംബം. ഈ കുടുംബം സ്ഥാപിച്ചത് ആരാണ്? നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമല്ലോ. ഇപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും. ആരാണ് കുടുംബം സ്ഥാപിച്ചത്? ശരി ഉത്തരം, മിടുക്കൻ. ആദ്യ കുടുംബം സ്ഥാപിച്ചത് ദൈവമാണ്. ഇനി കുടുംബത്തിന് സഭയും സമൂഹവുമായിട്ടുള്ള ബന്ധം എന്താണ്? കുടുംബം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെയും സഭയുടെയും അടിസ്ഥാനമാണ്. അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറപ്പ് നൽകുന്നത്, ബലമേകുന്നത്. നമുക്കറിയാം, ഒരു വീട് കെട്ടുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? പാറ കൊണ്ട് അടിസ്ഥാനം കെട്ടും. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടാണ് വീട് കെട്ടിപ്പൊക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ഈ ബേസ്മെൻറ്റ് അല്ലെങ്കിൽ അടിസ്ഥാനമാണ് ആ വീടിന് ബലം നൽകുന്നത്. അതുപോലെ സമൂഹത്തിൻ്റെയും സഭയുടെയും ബലത്തിന്, കരുത്തിന് കുടുംബങ്ങളാണ് ആവശ്യം. കുടുംബങ്ങളുടെ നല്ല കുടുംബങ്ങൾ ഉണ്ടാകുമ്പോഴേ നമ്മുടെ സമൂഹവും സഭയും നല്ലതായി മാറുകയുള്ളൂ. ഇനി കുടുംബത്തിൽ ദൈവത്തിൻ്റെ പ്രതിനിധികളാണ് മാതാപിതാക്കൾ. പ്രതിനിധി എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമോ നിങ്ങൾക്ക്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. പ്രതിനിധി എന്ന് പറഞ്ഞാൽ നമ്മൾ മന്ത്രിമാരെ തിരഞ്ഞെടുക്കൂലേ? അപ്പോൾ മന്ത്രിമാരെന്ന് പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരാണ്. അവരെ ജനപ്രതിനിധികളെന്നാണ് വിളിക്കുന്നത്. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്കൂളിൽ നമ്മൾ സ്കൂൾ ലീഡറിനെ തിരഞ്ഞെടുക്കും. സ്കൂൾ ലീഡറിനെ തിരഞ്ഞെടുക്കുന്ന സ്കൂൾ ലീഡറാണ് അവിടുത്തെ കുട്ടികളുടെ എല്ലാം പ്രതിനിധി. അപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ. അതുപോലെ കുടുംബത്തിൽ ആരാണ് ദൈവത്തിൻ്റെ പ്രതിനിധികളായി വർത്തിക്കുന്നത്? മാതാപിതാക്കൾ. മാതാപിതാക്കളാണ് കുടുംബത്തിൽ ദൈവത്തിൻ്റെ പ്രതിനിധിയായി വർത്തിക്കുന്നത്. അവരിലൂടെ ദൈവം
എന്ത് ചെയ്യുന്നു? നമ്മളെ നയിക്കുന്നു, മുന്നോട്ട് കൊണ്ടുപോകുന്നു, നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. ആരിലൂടെയാണ് ദൈവം നമ്മെ മുന്നോട്ട് കൊണ്ടുപോവുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത്? മാതാപിതാക്കളിലൂടെ. അതുകൊണ്ട് നമ്മൾ മാതാപിതാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. മാതാപിതാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അത് വലിയൊരു കാര്യമല്ലേ, ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും നമ്മളെ സൃഷ്ടാവായ ദൈവത്തെ എപ്പോഴും മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ കുടുംബത്തിലെ ദൈവത്തിൻ്റെ പ്രതിനിധികളായ മാതാപിതാക്കൾ, അവരെ നമ്മൾ അനുസരിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ കുടുംബത്തിലെ അച്ഛൻ, അമ്മ, മക്കളൊക്കെ എന്ത് സ്ഥാനമാണ് ഉള്ളതെന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അച്ഛൻ ആരാണ് കുടുംബത്തിലെ? കുടുംബനാഥൻ. കുടുംബനാഥനാണ് അച്ഛൻ. അപ്പോൾ കുടുംബനാഥ ആരായിരിക്കും? പറയാമോ? അപ്പോൾ സിനി പറഞ്ഞേ. അമ്മയായിരിക്കും കുടുംബനാഥ. അപ്പം മക്കൾക്ക് കുടുംബത്തിൽ എന്താണ് സ്ഥാനം? മക്കളെന്ന് പറയുന്നത് മാതാപിതാക്കളുടെ സ്നേഹഭാജനങ്ങളും ഭാവിയുടെ വാഗ്ദാനങ്ങളുമാണ്. സ്നേഹഭാജനം എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുന്നവരാണ്. മാതാപിതാക്കളാൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുന്നത് മക്കളാണ്. ഭാവിയുടെ വാഗ്ദാനങ്ങളെന്ന് പറഞ്ഞാൽ ഇവർ വളർന്നു വന്നിട്ട് വേണം നാളെ പുതിയ തലമുറ ഉണ്ടാകാൻ. അതുകൊണ്ടാണ് അവരെ ഭാവിയുടെ വാഗ്ദാനങ്ങളെന്ന് വിളിക്കുന്നത്. അപ്പം മക്കളെന്ന് പറയുന്നത് ഭാവിയുടെ വാഗ്ദാനങ്ങളുമാണ്, മാതാപിതാക്കളുടെ സ്നേഹഭാജനങ്ങളുമാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് കുടുംബം വിശുദ്ധമാക്കപ്പെടുന്നത് എങ്ങനെയെന്നാണ്. മാതാപിതാക്കൾ, മക്കൾ എല്ലാം കൂടി ചേർന്ന് സ്നേഹത്തിലും ഐക്യത്തിലും കഴിയും. അതുപോലെ തന്നെ ത്യാഗമനോഭാവത്തോടു കൂടി കുടുംബത്തിൽ പെരുമാറുമ്പോഴാണ് കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുടുംബത്തിൽ മാതാപിതാക്കൾ ചെയ്യുന്ന ത്യാഗപ്രവൃത്തികൾ, അവർക്ക് നമ്മളോടുള്ള കരുതൽ എന്തൊക്കെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ജന്മം നൽകുന്നത് ആരാണ്? പറയൂ മക്കളെ, പേടിക്കണ്ട. മാതാപിതാക്കളാണ് നമുക്ക് ജന്മം നൽകുന്നത്. അപ്പം നമുക്ക് ജന്മം നൽകുന്നു, മാതാപിതാക്കൾ നമ്മെ പരിരക്ഷിക്കുന്നു, നമുക്ക് ജന്മം നൽകുന്നു. പിന്നെ നമ്മളെ സ്നേഹിക്കുന്നില്ലേ മാതാപിതാക്കൾ? നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളോട് സ്നേഹമില്ലേ? ഉണ്ടല്ലോ, ഒത്തിരി സ്നേഹമുണ്ട്. അപ്പോൾ മാതാപിതാക്കൾ നമ്മളെ സ്നേഹിക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? ശുശ്രൂഷിക്കുന്നു, നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നടത്തിത്തരുന്നു, ചെയ്യുന്നു. വേറെ മൂന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ദൈവപ്രീതിയിൽ നമ്മളെ വളർത്തുന്നു, നന്മയിൽ വളർത്തുന്നു. ദൈവപ്രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീതി എന്ന് പറഞ്ഞാൽ ഇഷ്ടം എന്നാണ് അർത്ഥം. ദൈവപ്രീതി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്ത് നമ്മളെ വളർത്തുകയും നന്മയിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യുന്നു മാതാപിതാക്കൾ. അപ്പോൾ ഒന്നുകൂടി ടീച്ചർ പറയാം. മാതാപിതാക്കൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടി? ത്യാഗപ്രവർത്തികൾ. നമുക്ക് ജന്മം നൽകി, പിന്നെ നമ്മെ പരിരക്ഷിക്കുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു? നമ്മളെ സ്നേഹിക്കുന്നു, ശുശ്രൂഷിക്കുന്നു, ദൈവപ്രീതിയിലും നന്മയിലും നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്നു. ഇത്രയുമാണ് മാതാപിതാക്കൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തികൾ. ഇത് പറയുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 52-ാം വാക്യം എനിക്ക് ഓർമ്മ വരികയാണ്. അതാർക്കെങ്കിലും അറിയാമോ? അറിയാം അല്ലേ? അതൊന്ന് പറഞ്ഞേ. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. എങ്ങനെയൊക്കെയാണ് യേശു വളർന്നു വന്നത്? ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ അല്ലേ? മനുഷ്യരുടെ ഇഷ്ടത്തിലും ദൈവത്തിൻ്റെ ഇഷ്ടത്തിലുമാണ് വളർന്നു വന്നത്. ദൈവത്തിനും മനുഷ്യനും യേശുവിനെ ഇഷ്ടമായിരുന്നു. നമ്മളും അതുപോലെയാണ് വളരേണ്ടത്. ഇനി നമ്മൾ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എപ്പോഴാണ്? ദൈവത്തോട് നമ്മൾ മാതാപിതാക്കന്മാരോട് സംസാരിക്കുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യത്തില്ലേ? നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറയാൻ കാണും അല്ലേ? അപ്പോൾ ആ കാര്യങ്ങൾ അതുപോലെ ദൈവത്തിൻ്റെ അടുത്തും നമുക്ക് സംസാരിക്കുന്നതിന് അവസരമുണ്ട്. എപ്പോഴാണ് നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നത്? പ്രാർത്ഥനാ സമയത്തല്ലേ? പ്രാർത്ഥനാ സമയത്ത് നമ്മൾ ദൈവത്തോട് സംസാരിക്കും. ദൈവം നമ്മുടെ ഒത്തിരി കാര്യങ്ങൾ പറയും. അത് നമ്മൾ നല്ല പ്രായത്തിലുള്ള പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ മാത്രമേ അങ്ങനെ സംഭവിക്കുകയുള്ളൂ. ദൈവം നമ്മോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. നമ്മളും ദൈവത്തിൻ്റെ അടുത്ത നമ്മുടെ കാര്യങ്ങളെല്ലാം പറയും. അപ്പോൾ നിങ്ങളെപ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നവരാവണം. പ്രാർത്ഥനാശീലം ഇപ്പോൾ എല്ലാവർക്കും കുറഞ്ഞു വരികയാണ്. പല വീടുകളിലും കുടുംബ പ്രാർത്ഥനയില്ല. അപ്പോൾ നമ്മൾ കുടുംബ പ്രാർത്ഥന ഉണ്ടാക്കാൻ നിങ്ങൾ തന്നെ മുൻകൈ എടുക്കണം. വീടുകളിൽ ഈശോയുമായിട്ട് ഒത്ത് പ്രാർത്ഥിക്കാനായിട്ട് പള്ളിയിൽ പോയി നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യണം. ഈ മാതാപിതാക്കളെ മാത്രം നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ മതിയോ? പോരാ. ആരെയൊക്കെ സ്നേഹിക്കണം? നമ്മൾ മുതിർന്നവരെ, നമ്മളെക്കാൾ പ്രായത്തിന് മൂത്തവരെ നമ്മൾ സ്നേഹിക്കണം, അവരെ ബഹുമാനിക്കണം. പിന്നെ നമ്മുടെ വീട്ടിലും അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവരെയും നമ്മൾ സ്നേഹിക്കണം, ആദരിക്കണം.
ആദരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുമാനിക്കുക. അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം, അവരെ ശുശ്രൂഷിക്കണം. അതുപോലെ തന്നെ അവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥന സമയം ചെലവഴിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ നല്ല കുട്ടികളായിട്ട് വളരേണ്ടവരാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥനയിൽ വളരുന്ന മക്കളാവണം. പ്രാർത്ഥനയിൽ വളരുന്ന മക്കളാവണം. ഇനി മുതൽ എല്ലാവരും പ്രാർത്ഥിക്കുമോ? ഇവിടെ ആരൊക്കെ ഉണ്ട് കുടുംബ പ്രാർത്ഥന ഉള്ളത്? കുറച്ച് പേർക്കുണ്ടല്ലേ. ചിലരില്ലാത്തവരും ഉണ്ട്, കുടുംബ പ്രാർത്ഥന നടത്താത്ത വീടുകളിലുള്ള കുട്ടികളും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇല്ലാത്തവർ, കുടുംബ പ്രാർത്ഥന ഇപ്പോൾ നടത്താത്തവർ വീട്ടിൽ ചെന്ന് അമ്മയോടും അച്ഛനോടും ഒക്കെ പറഞ്ഞ് കുടുംബ പ്രാർത്ഥന നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇനി നമുക്ക് പഴയ നിയമത്തിലെ 4-ാമത്തെ കൽപ്പനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഏതാണത്? നിയമാവർത്തന പുസ്തകത്തിലെ 5-ാം അധ്യായം 16-ാം വാക്യമാണ്. അറിയാമോ ആർക്കെങ്കിലും അതെന്താണെന്ന്? നിങ്ങൾ മോശയെക്കുറിച്ചൊക്കെ പഠിച്ചതല്ലേ? മോശ എന്ത് ചെയ്തു? ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ നയിച്ചു കൊണ്ടുവന്നു. സീനായി മലയിൽ വെച്ച് ദൈവപ്രമാണങ്ങൾ കൊടുത്തു. മോശയ്ക്ക് ദൈവപ്രമാണങ്ങൾ കൊടുത്തപ്പോൾ മോശ അത് ജനങ്ങളെ അറിയിച്ചു. അങ്ങനെ ദൈവവും ഇസ്രായേൽ ജനവുമായി ഒരു ഉടമ്പടി ചെയ്തു അല്ലേ? അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? നമ്മൾ ആ നിയമാവർത്തന പുസ്തകത്തിൽ മോശ വഴിയാ കൽപ്പന നൽകിയിരിക്കുന്നതെന്ന് പറയുന്നു. അതിൽ 4-ാമത്തെ കൽപ്പന ഏതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്ന് പറഞ്ഞേ, മാതാപിതാക്കളെ ബഹുമാനിക്കണം. അപ്പം ആ കൽപ്പന നമുക്ക് നൽകിയിരിക്കുന്നത് ദൈവമാണ്. പഴയ നിയമത്തിലെ നിയമാവർത്തന പുസ്തകം 5-ാം അധ്യായം 16-ാം വാക്യത്തിലാണ് ഇത് പറയുന്നത്. അത് എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അറിയില്ല. ഇങ്ങനെയാണ് പറയുന്നത്: നീ ദീർഘകാലം ജീവിച്ചിരിക്കുന്നതിനും നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് തന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാകുന്നതിനും വേണ്ടി അവിടുത്തെ കൽപ്പനയനുസരിച്ച് നിങ്ങളുടെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുവിൻ എന്നാണ് പറയുന്നത്. എന്താണ്? എല്ലാവരും ഒന്ന് കൂടെ പറഞ്ഞേ, ഉഷാറായിട്ട് പറ. നീ ദീർഘകാലം ജീവിച്ചിരിക്കുന്നതിനും നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് തന്ന നാട്ടിൽ നന്മയുണ്ടാകുന്നതിനും വേണ്ടി നീ അവിടുത്തെ കൽപ്പനയനുസരിച്ച് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. പുതിയ നിയമത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗമെന്ന് പറയുന്നത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ പറയുന്നു: കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കുവിൻ, അത് ന്യായയുക്തമാണ്. അപ്പോൾ ഈ 2 വാക്യങ്ങളും നിങ്ങൾ കാണാതെ പഠിക്കണം. ബൈബിൾ വചനങ്ങൾ പഠിക്കുന്നതിൽ നിങ്ങൾ വളരെയേറെ ശ്രദ്ധ കാണിക്കുന്നുണ്ടോ? ലോഗോസ് ക്വിസൊക്കെ പഠിക്കുന്നുണ്ടല്ലേ? അപ്പം ബൈബിൾ വചനത്തിൽ കൂടുതൽ അറിവ് നേടുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ മാത്രമേ, ബൈബിളാണ് നമ്മുടെ മതഗ്രന്ഥം. ബൈബിൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ആ നല്ല കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റും. പിന്നെ വേറൊരു വർക്ക് ഞാൻ തരികയാണ്. നിങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടെങ്കിൽ അതിൽ ആരൊക്കെ പങ്കെടുക്കുന്നവരുടെ എണ്ണം, പങ്കെടുക്കുന്നവരുടെ പേരൊക്കെ നിങ്ങൾ ഒരു നോട്ട് പുസ്തകത്തിൽ എഴുതിക്കൊണ്ട് വരണം. അടുത്ത ദിവസം വരുമ്പോഴത്തേക്ക് ടീച്ചറിനോടത് പറഞ്ഞ് കേൾപ്പിക്കണം എവിടെയൊക്കെയാണ് കുടുംബ പ്രാർത്ഥന നടക്കുന്നതെന്നും. നടക്കാത്ത കുടുംബങ്ങളുണ്ടെങ്കിൽ അവർ അതും അറിയിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഒരു സമാപന പ്രാർത്ഥനയോടുകൂടി ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവരും കണ്ണടച്ച് കൈകൾ കൂപ്പി നിൽക്കുക. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾ ഇന്നിവിടെ പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കുവാനും അവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാരൂപിയുടെ വരദാനം ഞങ്ങളിൽ സമൃദ്ധമായി നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുഞ്ഞുമക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണല്ലോ. നമ്മൾ കുറേ നാളായി പരസ്പരം കണ്ടിട്ട്, വിശേഷങ്ങൾ പങ്കുവച്ചിട്ട്. നിങ്ങളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ ലോകം മുഴുവനും ഇപ്പോൾ മുറിക്കുള്ളിൽ അടച്ചുപൂട്ടിയിരിപ്പാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഈശോയുടെ ശിഷ്യന്മാരും 2-3 ദിവസം ക്വാറൻറ്റൈനിലായിരുന്നു, അടച്ചുപൂട്ടി ഇരിക്കും. അവരുടെ മധ്യത്തിലേക്ക്, ആ പൂട്ടിയ മുറിയിലേക്ക് ഈശോ വന്നിട്ട് നിങ്ങൾക്ക് സമാധാനം എന്നരുൾ ചെയ്തു. ആ ഒരു സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കുന്നതിനായിട്ട്, നമ്മുടെ ഈ ഒരു പ്രതിസന്ധിയെ അതിജീവിക്കുന്നതിനായിട്ട്
നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവരും നിശബ്ദരായിട്ട് ഈശോയെ മനസ്സിൽ അവിടത്തേക്ക് തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ ഈശോയെ, ഈ കുഞ്ഞുമക്കളെയും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ പ്രതിസന്ധിയെ അതിജീവിക്കുവാനും ഞങ്ങൾക്ക് അവിടുന്ന് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. എല്ലാവരും ഇരിക്കുക. പ്രിയമുള്ള കുഞ്ഞുമക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും യാത്ര ഒത്തിരി ഇഷ്ടമാണല്ലോ. എനിക്കും യാത്ര ഒത്തിരി ഇഷ്ടമാണ്. എവിടെയൊക്കെ പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? അലൻ പറയൂ. ബീച്ചിലേക്ക്. നിങ്ങളുടെ അടുത്ത് ബീച്ചുണ്ട്. ദൂരയാത്രകളോ? എവിടെയൊക്കെ പോകും? മോൻ എന്താ ഒരു വിഷമം? അധിൻ, നിനക്കെന്താ ഒരു വിഷമം? എന്താ? എനിക്ക് മനസ്സിലായി. നീ ഓൾട്ടർ ബോയ് അല്ലേ? വികാരിയച്ഛനോടൊത്ത് കളിക്കാനും ചിരിക്കാനും ഒക്കെ സമയം കിട്ടുമായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ആ ഒരു വിഷമത്തിലാണ്. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് അച്ഛനോട് ബലിപീഠത്തോട് അടുത്തു നിൽക്കുക നിനക്കൊത്തിരി സന്തോഷമായി, എനിക്കറിയാം. ഈ വിഷമമെല്ലാം മാറും മക്കളെ. ഈ വിഷമമെല്ലാം മാറി നമ്മളൊരു യാത്ര പോകുമ്പോൾ അതിനുവേണ്ടി ചില പ്ലാനിങ്ങുകൾ നടത്തണം. നമുക്ക് ചില ഒരുക്കങ്ങൾ നടത്തുക ആവശ്യമാണ്. ഒരു യാത്രയ്ക്ക് ഒരുക്കങ്ങൾ. ഈശോയുടെ ജീവിതം ഒരു യാത്രയായിരുന്നു. ബെത്ലഹേമിൽ നിന്ന് കാൽവരിയിലേക്കുള്ള ഒരു യാത്ര. അതുപോലെ ആ യാത്രയ്ക്കിടയിൽ അവിടുന്ന് കണ്ടുമുട്ടിയവരുമായിട്ട് യാത്രയുണ്ടായ തടസ്സങ്ങൾ, മനുഷ്യരെ വേദനിക്കുന്നവരെയൊക്കെ അവിടുന്ന് ചേർത്ത് പിടിച്ചു. ഇതുപോലെ യാത്രയിൽ എന്തൊക്കെ സംഭവിക്കും, എന്തൊക്കെ മുൻകരുതലെടുക്കണം, ഇതൊക്കെ നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പറ്റും. കണ്ടുമുട്ടുന്ന വ്യക്തികളെ നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളണം, ഇതൊക്കെ നമുക്ക് പഠിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മോശയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു. മോശ ഇസ്രയേൽ ജനത്തിൻ്റെ രക്ഷകനായി ഉയർന്നു. ദൈവം മോശയെ ഇസ്രയേൽ ജനത്തിൻ്റെ രക്ഷകനായി ഉയർത്തിയപ്പോൾ അവരുമായിട്ട് ഒരു യാത്ര പോകാനായിട്ട് ദൈവം അതിന് നേതൃത്വം കൊടുക്കാൻ മോശയെ നിയോഗിച്ചു. മോശയുടെ കുറവുകളും പോരായ്മകളുമൊക്കെ അവിടുന്ന് നിറവുകളാക്കി മാറ്റി. മോശയ്ക്ക് എന്തൊക്കെ കുറവുണ്ടായിരുന്നു? അലീന പറഞ്ഞേ. അതെ, അവൻ വിക്കനായിരുന്നു. സംസാരത്തിന് തടസ്സം നേരിട്ടു. അപ്പോൾ ദൈവം ഇടപെട്ടു, ആ കുറവുകളെ നിറവുകളാക്കി മാറ്റി. എന്താ ജനിമോള് താഴോട്ട് നോക്കിയിരിക്കുന്നേ? കൊള്ളാം. ഈ കുറവുകളെ, നമുക്കും കുറവുകളുണ്ട്, ഈ കുറവുകളെ നിറവുകളാക്കി മാറ്റാനായിട്ട് ദൈവത്തിന് സാധിക്കും. ഇസ്രയേൽ ജനം യാത്രയ്ക്ക് മുമ്പായിട്ട് കുറേ ഒരുക്കങ്ങൾ നടത്തിയല്ലോ. 10 ബാധകളിലൂടെ അവരെ അവിടെ നിന്ന് വിടാനായിട്ട് ഈജിപ്തിലെ ഫറവോയെയും ദൈവം ഒരുക്കി. ബാധകൾ ഏതൊക്കെയാണ്? ഓരോരുത്തരായിട്ട് പറയണം. പറയൂ. മരിയ പറഞ്ഞേ. ജലം രക്തമായി മാറുന്നു. വെട്ടുകിളികളെ കൊണ്ട് നിറയുന്നു. അവിടെയെല്ലാം വെട്ടുകിളികളെ കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഈ ബാധയുടെ ഏറ്റവും അവസാനത്തെ ബാധ, 10ാമത്തെ ബാധ ഏതാണ്? അധിൻ പറയൂ. അതെ, ആദ്യജാതരുടെ വധം. കേൾക്കുമ്പോൾ വേദനയാണ്. നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും മൂത്ത കുഞ്ഞുങ്ങളെ കൊല്ലുന്ന വേദന. എന്നാൽ ആ വേദനയിലൂടെ ഈജിപ്തിന് വേദന നൽകിയ ദൈവം ഇസ്രയേലിന് സന്തോഷം നൽകി. ദൈവം ഇങ്ങനെയാണ് പറഞ്ഞത്: ഞാൻ ഇന്ന് രാത്രി ഈജിപ്തിലൂടെ സംഹാരദൂതനെ അയക്കും. ഇസ്രയേൽ ഭവനങ്ങളുടെ കട്ടിളപ്പടിയിലും വാതിൽ പടിയിലുമൊക്കെ കുഞ്ഞാടിൻ്റെ രക്തം തളിക്കണം.
കുഞ്ഞാടിൻ്റെ രക്തം തളിക്കുന്ന ഭവനങ്ങൾ ഞാൻ കാണുമ്പോൾ സംഹാരദൂതൻ അതിനെ കടന്ന് തൊട്ടടുത്തുള്ള ഈജിപ്തുകാരുടെ ഭവനത്തിലേക്ക് പ്രവേശിക്കും. അവിടെയുള്ള കടിഞ്ഞൂലുകളെ, അവരുടെ ആലയിലുള്ള ആടുകളെ, അവരുടെ കന്നുകാലി തൊഴുത്തിലുള്ള കന്നുകാലികളെ, എല്ലാത്തിൻ്റെയും, മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദ്യജാതരെ ഞാൻ കൊല്ലും. ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലും നമ്മുടെ ഭവനങ്ങൾ, നമ്മുടെ ജീവിതങ്ങളൊക്കെ യേശുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ടാൽ ഈ മഹാമാരിയും നമ്മളെ കടന്നു പോകും. അതെ, പുതിയൊരു പുറപ്പാടിൻ്റെ അനുഭവം, പുറപ്പാട് സംഭവം. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഈ ബാധയെ തുടർന്ന്, ഈ വലിയ ഒരു വേദനയെ തുടർന്ന് ആ രാത്രിയിൽ തന്നെ ഫറവോ മോശയെയും അഹ്റോനെയും കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി, നിങ്ങളുടെ ജനത്തെയും കൊണ്ട് ഇപ്പോൾ തന്നെ ഇവിടം വിട്ടുപോകണം. മോശയും അഹ്റോനും തങ്ങളുടെ ജനത്തെയും കൊണ്ടുള്ള യാത്ര ആരംഭിച്ചു. ഏകദേശം 6 ലക്ഷത്തോളം പുരുഷന്മാരുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, പുരുഷന്മാരെക്കാൾ അധികമായിരിക്കും സ്ത്രീകളും കുട്ടികളും. വലിയൊരു ജനവിഭാഗം, കൂടാതെ ആടുമാടുകൾ, അങ്ങനെ ഒരു വക. നമ്മളും, ഭാരതീയരായ നമ്മൾ 200 വർഷക്കാലം ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിലായിരുന്നു. ഇസ്രയേൽ ജനം 430 വർഷക്കാലത്തെ അടിമത്തം അതവസാനിപ്പിച്ച് അവർ സ്വാതന്ത്ര്യത്തിലേക്ക്, അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക്, പാപത്തിൽ നിന്ന് പുണ്യത്തിലേക്ക്, വേദനയിൽ നിന്ന് സന്തോഷത്തിലേക്കുള്ള യാത്ര അവർ ആരംഭിച്ചു. ആരുടെ നേതൃത്വത്തിലാണ് അവർ യാത്ര ആരംഭിച്ചത്? അലീന പറയൂ. അതെ, മോശയുടെയും അഹ്റോൻ്റെയും നേതൃത്വത്തിൽ. അവർക്ക് നല്ല ഊർജമായി. അവരോടൊപ്പം അവരുടെ നായകരുണ്ട്. അവർ മുമ്പോട്ട് സഞ്ചരിക്കാൻ തുടങ്ങി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഒത്തിരി പ്രതിസന്ധികൾ നമ്മുടെ 1947 ആഗസ്റ്റ് 15 ശേഷമുള്ള നമ്മുടെ യാത്രയിൽ ഒത്തിരി പ്രതിസന്ധികളും വലിയ ദുഷ്ടശക്തികളുടെ ആക്രമണങ്ങളുമൊക്കെ നമ്മൾ നേരിട്ടു. അതുപോലെ ഇസ്രയേൽ ജനവും പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടതായി വന്നു. 10ാമത്തെ ബാധയുടെ കടന്നുപോക്ക് അത് പെസഹ അനുഭവത്തിന്, പെസഹ ആഘോഷത്തിലേക്ക് അവരെ നയിച്ചുവെങ്കിൽ പെസഹ എന്ന വാക്കിന് അർത്ഥം തന്നെ കടന്നു പോകൽ എന്നാണ്. നമുക്കും ഈ യാത്രയിൽ ഇവരോടൊപ്പം, മോശയോടും അഹ്റോനോടും ഇസ്രയേൽ ജനത്തോടുമൊപ്പം നമുക്കും പോകാം. നമുക്ക് നോക്കാം അവരെന്തൊക്കെയാ വഴികളിൽ അനുഭവിച്ച ത്യാഗങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ. ഇതാ, അവർ യാത്ര തിരിച്ചപ്പോഴാണ് ഈജിപ്തിൻ്റെ ഭരണാധികാരിയായ ഫറവോ അറിയുന്നത്. ആരാണ് ഈജിപ്തിൻ്റെ ഇപ്പോഴത്തെ ഭരണാധികാരി? ഫറവോ അറിയുന്നത് തങ്ങളെ അടിമകളെപ്പോലെ സേവിച്ച ഇസ്രയേൽ ജനം ഇന്നില്ല. അപ്പോൾ ഇസ്രയേൽ ജനത്തെ നമുക്ക് ആവശ്യമുണ്ട്. ഇനിയും നമ്മുടെ ജോലികളൊക്കെ ചെയ്യണ്ടായോ? അതിനുവേണ്ടി ഇസ്രയേൽ ജനത്തിനെ തിരികെ കൊണ്ടുവരാൻ ഫറവോ തൻ്റെ സൈന്യത്തെ അയക്കുന്നു. ഇസ്രയേൽ ജനം പിറകെ അലച്ചു വരുന്ന സൈന്യത്തെ, ഫറവോയുടെ സൈന്യത്തെ, ശത്രുവിൻ്റെ സൈന്യത്തെ കാണുന്നു. അവർ പേടിച്ചു വിറച്ചു. അല്ലേ? നമ്മളും ചില പ്രതിസന്ധികൾ വരുമ്പോൾ, ചില ആക്രമണങ്ങൾ വരുമ്പോൾ നമുക്കും ഭയമുണ്ട്. ഭയപ്പെട്ട ആ ജനത്തെ ദൈവം നയിക്കുന്നത് ചെങ്കടലിൻ്റെ അടുത്തേക്കാണ്. നിങ്ങളുടെ ചിലരുടെയൊക്കെ വീടിൻ്റെ അടുത്ത് കടലുണ്ട്. കടലിൻ്റെ ഹുങ്കാരം, ആ അലർച്ച നിങ്ങൾക്കറിയാം, ഭയപ്പെടുത്തുന്ന ഓർമ്മ. ഇതാ, ചെങ്കടലിൻ്റെ മുമ്പിൽ ഇസ്രയേൽ സൈന്യം പേടിച്ചു നിന്നപ്പോൾ പിറകെ വരുന്നു യുദ്ധസന്നദ്ധരായ ഫറവോയുടെ സൈന്യം.
ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ടപ്പോൾ അവർ ദൈവത്തെ വിളിച്ചു കരഞ്ഞപേക്ഷിച്ചു. ദൈവം അവരുടെ നായകനെ തന്നെ വിളിച്ചു. ആരാണ് അവരുടെ നായകൻ? മോശ. അതെ, മോശ തൻ്റെ അധികാരത്തിൻ്റെ വടി ചെങ്കടലിനു നേരെ നീട്ടുന്നു. ആ നിമിഷം ചെങ്കടൽ രണ്ടായി വിഭജിക്കപ്പെടുന്നു. വെള്ളത്തിൻ്റെ ചിറ രൂപപ്പെടുന്നു. വെള്ളം മതിലുപോലെയാകുന്നു. എന്തൊരത്ഭുതം! നമ്മളും വേദനയിൽ, നമ്മുടെ അസ്വസ്ഥതകളിൽ, നമ്മുടെ പ്രതിസന്ധികളിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ചെങ്കടലിനെ ചിറകെട്ടിയ, ചെങ്കടലിൻ്റെ നടുവിലൂടെ വഴി തീർത്ത ദൈവം നമ്മളെയും രക്ഷിക്കുമെന്ന് ഈ അനുഭവത്തിലൂടെ, ചെങ്കടലിൻ്റെ അനുഭവത്തിലൂടെ നമ്മളെ നയിക്കുമെന്ന് നമുക്ക് ബോധ്യമായല്ലോ. ഇസ്രയേൽക്കാർ ഇതാ ചെങ്കടൽ കടക്കുന്നു. അതുപോലെ തന്നെ അവരെ അനുഗമിച്ചിരുന്നവരും കടക്കാൻ ശ്രമിക്കുന്നു. മോശ കൈ നീട്ടുന്നു, കടൽ ഒന്നാകുന്നു. സൈന്യം, ഫറവോയുടെ സൈന്യം ആ കടൽ തിരയിൽ അടിപ്പെട്ട് മരിക്കുന്നു. രക്ഷപ്പെട്ട ഇസ്രയേൽക്കാർ ദൈവത്തെ നന്ദിയും സ്തുതിയും അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതാണ് പുറപ്പാട് 15-ാം അധ്യായം, മോശയുടെ കീർത്തനം. നിങ്ങൾ ഈ ഭാഗം വീട്ടിൽ പോയി നല്ലതുപോലെ വായിച്ച് പഠിക്കണം. മാത്രമല്ല, നിങ്ങൾ ഇതുപോലെ അനുഭവങ്ങളെ, ദൈവം ഇടപെട്ട് നിങ്ങളെ രക്ഷിച്ച അനുഭവങ്ങൾ ഒരനുഭവക്കുറിപ്പായി എഴുതി നിങ്ങളുടെ ടീച്ചറിനെ അറിയിക്കണം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ചെങ്കടലിൻ്റെ അനുഭവത്തിലൂടെ ഇസ്രയേല്യരെ നയിക്കുകയും അവരെ രക്ഷിക്കുകയും ചെയ്തതുപോലെ ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ഞങ്ങളെയും നയിക്കുവാൻ, ഞങ്ങളെയും രക്ഷിക്കുവാൻ വരമേകണമേ. ആമേൻ.